തോന്നണല്ല, എന്തോ കാര്യമുണ്ടെന്ന് തോന്നണല്ല. ശരിയാണല്ലോ ടീച്ചറെ, എന്ത് വെയിലല്ലേ. പഠിക്കേ ഇല്ല, സമയത്തും കാലത്തും ക്ലാസ്സിൽ വരെയില്ല. എന്തിനാണോ അത് അവന്റെ ഉദ്ദേശം? ആ എന്താടാ? ടീച്ചറെ ടീച്ചറെ അത്യാവശ്യം 1000 രൂപ തരും. 1000 രൂപ. 1000 രൂപയെ? അല്ല നിനക്കെന്തിനീ പൈസ? ടീച്ചറെ വെറുതെ പൈസ പോകും കേട്ടാ, കൊടുക്കരുത്. സമയത്ത് കാലത്ത് ക്ലാസ്സിൽ പോലും വരാതെ ചെറുക്കനാണ്. അതിന് പഠിക്കണമെന്ന് ഒരു ചിന്തയില്ല, ഇങ്ങനെ മാറ്റി തിരിഞ്ഞ് നടന്നോണം. ഒന്നുമില്ല ടീച്ചറെ, ഞാൻ കൊണ്ടുവരാം. തരാം ഉറപ്പ്. പ്ലീസ് ടീച്ചർ എത്തി താ. 1000? ആ ഞാൻ നോക്കട്ടെ. എന്താ ടീച്ചറെ? ശരി ശരി, പോയിട്ട് എന്തായാലും ഞാൻ വേള പറഞ്ഞു. പിന്നെ ടീച്ചർ എന്താന്ന് വെച്ചാൽ ചെയ്തു തരുമായിരിക്കും ടീച്ചറെ, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇച്ചിരി കുഴപ്പമൊക്കെ ആണെങ്കിലും പാവമാണെന്നാണ് തോന്നുന്നത്. ആ നോക്കാം. ഒരു കാര്യം ആലോചിച്ചത്. ആനന്റെ ക്ലാസ്സിൽ വരാറുമില്ലല്ലോ. പൈസ പോയതിലല്ല എനിക്ക് വിഷമം. എന്തിനായിരിക്കും ആ പൈസ വാങ്ങിച്ചത്? എന്തായാലും രാധ ടീച്ചറിനൊന്ന് വിളിച്ചു പോയില്ല. ഹലോ, ആ രാധ ടീച്ചറല്ലേ? ഞാൻ സുധറേന്. ആ അതെ ടീച്ചറെ, എനിക്കൊരു വല്ലാത്ത ടെൻഷൻ ടീച്ചറെ, അങ്ങനെയാണ് വിളിച്ചത്. ആനന്ദ് അശ്വ അതുകൊണ്ടല്ല, 1000 രൂപ പോണേലല്ല, എനിക്ക് കിട്ടിയതിലും അല്ല, അവൻ തിരിച്ചു തരാത്തതും അല്ല സങ്കടം. അവൻ അതിനുശേഷം ഇതുവരെയും ക്ലാസ്സിൽ വന്നിട്ടില്ല ടീച്ചറെ. ടീച്ചർ അന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തതാണ് നീ കൊടുക്കല്ലേന്ന്. എന്നിട്ട് ഞാൻ കേൾക്കാതെ കൊടുക്കുകയും ചെയ്തു. ഇത്രയും വലിയൊരു തുക ആ ചെറിയ കുട്ടി എന്തിനു വാങ്ങിയെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ശരിയാ ടീച്ചറെ, എനിക്ക് അതാണ് ഒരു ടെൻഷൻ. അവന് ആ കുട്ടികളോടൊക്കെ ഞാൻ തിരക്കി നോക്കി. അപ്പൊ അവരൊക്കെ പറയണത് അവനെ കാണാറില്ല എന്നാണ് പറയണത്. എന്തായാലും ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ ടീച്ചറെ. എന്നാലും ഒരു ടെൻഷൻ കാരണം വിളിച്ചതേ ഉള്ളൂ. ഓക്കെ ശരി ടീച്ചറെ, എന്തായാലും അവനെ അന്വേഷിച്ചു. ടീച്ചർ എന്താ ഇവിടെ? എന്നെ കാണാനായിട്ട് വന്നതായിരിക്കും. നാളത്തെ ഒരു ദിവസത്തെ പണിയും കൂടെ കഴിഞ്ഞാൽ ടീച്ചറിന്റെ പണം ഞാൻ തിരിച്ചു തരാം. കുറച്ച് സാവകാശം തരണം. ഇത്രയും ദിവസം താമസിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഇതൊന്നും സാരമില്ലടാ ടീച്ചറെ, തണലത്തോട്ടില്ല. തണലത്തിക്കടാ. ഈ വേലത്തല്ലേ നീ നിന്ന് പണിയണത്. അല്ല നീ എന്തിപ്പോ ക്ലാസ്സിലൊന്നും വരാത്തത്? എത്ര ദിവസമായി നീ ക്ലാസ്സിൽ വന്നിട്ട്? ഇനി വരണില്ല ടീച്ചറെ. വീട്ടിൽ പെങ്ങളൊറ്റയ്ക്ക്. അമ്മയ്ക്ക് സുഖമില്ലാതിട്ടാ അന്ന് ഞാൻ ടീച്ചറോട് പൈസ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ പൈസയും കൊണ്ട് ചെന്നപ്പോഴത്തേക്കും അമ്മ നമ്മോട് വിട പറഞ്ഞു. രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ കിടപ്പ് കണ്ടപ്പം എനിക്ക് സഹിച്ചില്ല. ഇങ്ങനെ അറിയാവുന്നിടത്തൊക്കെ ചോദിച്ചു, പൈസ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ടീച്ചർ മാത്രമാണ് എനിക്ക് പൈസ തന്നത്. പിന്നെ ടീച്ചർ തന്ന പൈസയും കൊണ്ട് മരുന്ന് വാങ്ങി വന്നപ്പോഴേക്കും അമ്മ പോയി, നമ്മളെ ഒറ്റയ്ക്ക്. മോനെ കരയാതിരിക്കുക. നമുക്ക് വിധിയെ തടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. മുകളിൽ ഇരിക്കുന്ന ഒരുത്തൻ തീരുമാനിക്കും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആവണം എന്നൊക്കെ. അത് പോട്ടെ, നീ ഇനി വെറുതെ വിഷമിക്കണ്ട. ടീച്ചറെ, ഞാൻ 2 കടയിൽ ജോലിക്ക് പോകുന്നുണ്ട്. വൈകിട്ടൊക്കെ ആവും. എന്തായാലും ജോലിക്ക് പോകണം. ഒറ്റയ്ക്കേ ഉള്ളൂ. അനിയത്തിയെ വളർത്തണം. അവളെ പഠിപ്പിന്റെ കാര്യമൊക്കെ നോക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഇതുവരെ അല്ലറ ചില്ലറ. പിന്നെ അതൊക്കെ ശരി തന്നെ. ജോലിക്ക് പോണതും പെങ്ങളെ നോക്കണതും ഒക്കെ നല്ലതാണ്. പക്ഷെ അവളെ ഇനിയും മികച്ച രീതിയിൽ നിനക്ക് നോക്കണമെങ്കിൽ നീ പഠിക്കണം.
പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം. അതൊന്നും നടപ്പുള്ള കാര്യമില്ല. ഒന്നും പറഞ്ഞാൽ പറ്റൂല ആനന്ദേ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് വൈകുന്നേരം എന്റെ വീട്ടിലോട്ട് വാ. ജോലി കഴിഞ്ഞിട്ട് ഞാൻ വന്ന സമയത്ത് നിനക്ക് ഞാൻ മിസ്സായ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കി തരാം. എന്തായാലും ബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ നീ. നിനക്ക് നന്നായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞെന്നാൽ മനസ്സിലാക്കുന്ന കുട്ടിയാണ്. എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് നിനക്ക് പഠിക്കാൻ പറ്റും. നീ വാ എന്തായാലും വീട്ടില്. ശരി ടീച്ചറെ, ഞാൻ വരാം. ടീച്ചർ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തോന്ന് കഷ്ടപ്പാടാണ്. ഇതെന്റെ കടമയാണ്. ഞാനൊരു അധ്യാപികയാണ്. അധ്യാപിക എപ്പോഴും നമ്മൾ അറിവ് പകർന്നു കൊടുക്കണം. അതാണ് എന്റെ ജോലി. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നീ പഠിച്ച് ഉയർന്ന നിലയിലെത്തണം എനിക്ക് കാണണം. ആഗ്രഹമൊക്കെ ഉണ്ട് ടീച്ചറെ, എന്നാൽ സാഹചര്യം, അതുകൊണ്ടാണ് ഞാൻ പഠിപ്പൊന്നും വേണ്ടാന്ന് വെച്ചത്. പക്ഷേ ഇപ്പൊ എന്റെ കൂടെ ആരൊക്കെയാ ഉള്ളത് പോലും എനിക്കുണ്ട്. നിന്നെ കൊണ്ട് പറ്റുവാണെന്തേ നീ പഠിച്ച് നല്ല നിലയിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായിരിക്കണം എനിക്ക് നീ തന്ന ഗുരുദക്ഷിണം. അപ്പൊ നമുക്ക് പഠിക്കാം, തുടങ്ങിക്കാം. ടീച്ചറെ ഇറങ്ങിയ എനിക്ക് ഫുൾ A+ ഉണ്ട്. ഞാൻ അറിയടാ, കൺഗ്രാചുലേഷൻ. പിന്നെ ടീച്ചർ ഇനി ഇവിടെ നിൽക്കണില്ല കേട്ടാ. ടീച്ചർ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. ഇനി ദുബായിലോട്ട് പോവുകയാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. ഇനി അവിടെ ആയിരിക്കും. ടീച്ചറും എന്നെ തനിച്ചാക്കിയിട്ട് പോവുകയാണ്. എടാ, നിനക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടാണ് ഞാൻ പോണത്. ഇനി നീ നന്നായിട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്തണം. എൻ്റെ പ്രാർത്ഥനയും എല്ലാം നിന്നോടൊപ്പം എപ്പോഴും, എൻ്റെ മനസ്സും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. നീ വെറുതെ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ടീച്ചർ അങ്ങ് എന്നിട്ട് വിളിക്കാം. ശരി, ഞാൻ പോണം. നിന്റെ തള്ള എവിടെയെന്ന് വെച്ചാൽ കൊണ്ടായിക്കൊണ്ട് ഇവിടെ നിന്ന് കാലത്തുപ്പ് ചുമപ്പൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നെയാണ് കെട്ടിയത്, നിന്നെ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ല നിന്റെ തള്ളയെ ചുമക്കാമെന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല. പയ്യെ സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് അവരെ വേണമെന്ന് വെച്ചാൽ നിന്റെ നാട്ടിൽ എവിടെന്ന് വെച്ചാൽ കൊണ്ടാക്കും. വൃദ്ധസ്ഥലത്തിൽ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടാക്കും. എനിക്കിവിടെ ആരെയും ചുമക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് നിന്റെ കാര്യം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാം അവിടെ ചുമക്കണം. അതിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ കെട്ടിയത്. അല്ലെ എന്ന് പറയണമായിരുന്നു. തീരുമാനം അങ്ങനാണെങ്കിൽ പിന്നെ ഉമ്മായ നാട്ടിലോട്ട് വിടാം. എവിടെയെന്ന് വെച്ചാൽ കൊണ്ടാക്കി പണ്ടാണ് സ്വസ്ഥത വെച്ചിട്ട്. ടീച്ചറമ്മയ്ക്ക് ഒരു വിസിറ്റർ ഉണ്ട്. ആരാ? അറിയില്ല. എനിക്ക് വിസിറ്ററോ? എല്ലാരും ഉപേക്ഷിച്ച് എന്നെ ആര് വന്ന് കാണാനാണ്? ഞാൻ വരാന്ന് പറഞ്ഞതാ. ശരി ടീച്ചറമ്മേ. ടീച്ചറമ്മേ, എന്നെ മനസ്സിലായോ? ആരാ? മനസ്സിലായില്ലല്ലോ. ടീച്ചറമ്മേ, ആനന്ദ്. മോനെ ആനന്ദോ, നീ ടീച്ചറമ്മ തേടി വന്നോ? ടീച്ചറിന്റെ ആഗ്രഹം പോലെ ഞാനിപ്പോ അധ്യാപകനാണ്. ആനന്ദ് മോനെ, ടീച്ചറൊന്ന് കരയുന്നു. ടീച്ചറൊന്നും എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട. ടീച്ചറമ്മ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് പോയി. എനിക്ക് എന്തായാലും അമ്മയില്ല. എന്റെ മക്കൾക്ക് ഒരു മുത്തച്ഛനില്ല. പോവാൻ മോനെ.